ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 26-ാം ദിവസം. സേതു നിർമ്മാണത്തിനിടയിൽ ശ്രീരാമചന്ദ്രനാൽ രാമേശ്വര പ്രതിഷ്ഠ നടന്നിരിക്കുകയാണ്. തദനന്തരം നളൻ്റെ നേതൃത്വത്തിൽ സേതു നിർമ്മാണം അവിരാമം തുടരുകയുമാണ്. പർവ്വതഖണ്ഡങ്ങളും പാറകളും മറ്റും കൊണ്ടുവന്ന് ആദ്യ ദിവസം 14 യോജന തീരുകയാണ്. പിറ്റേ ദിവസം 20 യോജനയും 3-ാം ദിവസം 21 യോജനയും 4-ാം ദിവസം 22 യോജനയും 5-ാം ദിവസം 23 യോജനയും അങ്ങനെ 100 യോജനയും 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കപ്പെടുകയാണ്. ഹനുമാന്റെ തോളിലേറി ഭഗവാനും അംഗദൻ്റെ തോളിലേറി ലക്ഷ്മണനും പിന്നെ വാനര സൈന്യമാകവെ സേതുവിന്മേലെ നടന്ന് സുബേല പർവ്വതത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് രാമൻ ലങ്ക നോക്കിക്കാണുകയാണ്. അപ്പോൾ രാമൻ്റെ കണ്ണുകൾ രാവണനെ കാണുകയാണ്. രത്നസിംഹാസനെ മന്ത്രിഭിസങ്കുലേ രത്നദണ്ഡാദപത്രൈരൂപശോഭിതേ ആലവട്ടങ്ങളും വെൺചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ട് വീയിച്ചു നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോഭമം കണ്ടു ഉരകൂത്തമൻ വിസ്മയം കൈകൊണ്ട് മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ. മുന്നേ നിബന്ധനായോർ ശുഗാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ. ശ്രീരാമചന്ദ്രൻ്റെ അനുവാദത്തോടെയും ആശീർവാദത്തോടെയും വാനര സൈന്യത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ശുഗൻ ലങ്കയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാവണന് മുൻപാകെ ശ്രീരാമൻ്റെ നന്മകളാണ് ശുഗൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുംഭകർണനെ പോലെ വിഭീഷണനെ പോലെ ഇങ്ങനെ രാമനന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെങ്കിൽ രാവണൻ അവനോട് ചോദിക്കുന്നു, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ? വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ? തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാമസന്നിധിയിൽ നടന്ന കാര്യങ്ങളെല്ലാം ശുഗൻ വിശദീകരിക്കുകയാണ്. അങ്ങയുടെ സന്ദേശം കൈമാറുന്നതിനിടെ വാനരന്മാർ പിടിച്ചിട്ടുള്ളതും മർദ്ദിച്ചതും എൻ്റെ കരച്ചിൽ കേട്ട് വന്ന രാമൻ്റെ നിർദ്ദേശപ്രകാരം മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും വാനരപ്പടയിൽ തടവിലാക്കപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും അവൻ വിശദമായി രാവണൻ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. എന്നെ മോചിപ്പിക്കുന്ന നേരത്ത് രാമൻ പ്രത്യേകമായി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ സീതയെ ഉടനടി രാമസന്നിധിയിൽ എത്തിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായി കൊള്ളുക. അതിനല്ല ഭാവമെങ്കിൽ അങ്ങയെ കുലത്തോടെ മുടിപ്പിച്ച് കളയും എന്ന് പ്രത്യേകം പറയുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലയോ മഹാപ്രഭോ, വാനരസേന കടലിൽ ചിറകെട്ടി അതിൽ കൂടെ നടന്ന് നമ്മുടെ ലങ്കയിൽ എത്തിയിരിക്കുകയാണ്. അവരുടെ എണ്ണം തിട്ടപ്പെടുത്തുവാൻ പ്രയാസവുമാണ്. വാനരന്മാരിൽ അധികവും പർവ്വത ശരീരികളും അമിത ബലശാലികളുമാണ്. 5 ദിവസം കൊണ്ടാണ് അവർ 100 യോജന നീളത്തിലുള്ള സേതു പടുത്തുയർത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ അവരുടെ കഴിവ് ഊഹിക്കാവുന്നതാണ്.
അങ്ങ് കരുതുന്നത് പോലെ രാമൻ അത്ര നിസ്സാരനല്ല. അദ്ദേഹത്തെ ജയിക്കുവാൻ അങ്ങേക്ക് സാധിക്കുമെന്നും തോന്നുന്നില്ല. അങ്ങയുടെ കഷ്ടകാലത്തിനാണ് സീതാദേവിയെ അപഹരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദേവിയെ എത്രയും വേഗം രാമനെ തിരികെ ഏൽപ്പിച്ച് മാപ്പ് പറയുന്നതായിരിക്കും ഉചിതമായ കാര്യം. അഗ്നിപുത്രനായ നീലനാണ് അവരുടെ സർവ്വസൈന്യാധിപൻ. സാക്ഷാൽ കാലൻ പോലും അവനെ കണ്ടാൽ ഭയപ്പെടും. അങ്ങയെ ഒരു പന്ത് പോലെ തൂക്കിയെടുത്ത് 4 സമുദ്രങ്ങളിൽ തർപ്പണം നടത്തിയ ബാലിയുടെ മകൻ അംഗദനാണ് ഉപനായകൻ. ശത്രു സംഹാരത്തിനായി അലറിക്കൊണ്ട് നിൽക്കുന്ന അവനെ കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകും. പിന്നെ ഹനുമാന്റെ കാര്യം അങ്ങേക്ക് നേരിട്ട് ബോധ്യമാണല്ലോ. അശ്വിനി ദേവന്മാരുടെ പുത്രന്മാരായ മൈന്ദനും വിവിധനും, വിശ്വകർമാവിൻ്റെ പുത്രൻ നളനും, ശ്വേതൻ, ശരഭൻ, രംഭൻ, താരൻ, പനസൻ, കുമുദൻ, വിനധൻ, വൃഷഭൻ, വികടൻ, സുഷേണൻ, ജാംബവാൻ, വേഗദർശി, ഗവയൻ, ഗവാക്ഷൻ, ഗവൻ, ദതിമുഖൻ, ജ്യോതിർമുഖൻ, ഗോമുഖൻ, ദുർമുഖൻ, കേസരി തുടങ്ങിയ വീരന്മാരാൽ സമ്പുഷ്ടമാക്കപ്പെട്ടതും വാനര രാജാവ് സുഗ്രീവനാൽ നിയന്ത്രിക്കപ്പെടുന്നതും വീരശൂര പരാക്രമികളായ രാമനും ലക്ഷ്മണനും മുന്നിട്ട് നയിക്കുന്നതുമായ ആ സേനയെ ജയിക്കുവാൻ നമുക്കാവുകയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആയതിനാൽ സീതാദേവിയെ രാമപാദങ്ങളിൽ കൊടുത്തുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുക. രാമൻ തീർച്ചയായും അങ്ങയോട് ക്ഷമിക്കും. അത് കേട്ട് ക്രോധതാമ്രാക്ഷനായി ശുകനെ ദഹിപ്പിച്ചു കളയും എന്ന വിധം ഒന്നു നോക്കിക്കൊണ്ട് രാവണൻ പറയുകയാണ്: ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രഭം ശിക്ഷ ചൊൽവാൻ എന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ട് കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശുമറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുന്നിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കെന്നുമേ. അത് കേട്ട് ഭയപ്പെട്ട ശുകൻ സ്വമന്ദിരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ നമുക്ക് ശുകൻ്റെ പൂർവവൃത്താന്തങ്ങളെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കാം. ശുകൻ ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണനായിരുന്നു. പത്നിയോടൊരുമിച്ച് വാനപ്രസ്ഥം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ശുദ്ധമായ തപോവൃത്തി അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഈ സർവോത്തമനെ ഒരു നാൾ രാവണ കിങ്കരനായിരുന്ന വജ്രദംഷ്ടൻ കാണുവാൻ ഇടയായി. ഈശ്വരചിന്ത ഒന്നു മാത്രമായി കഴിയുന്ന ഈ താപസനെ ദ്രോഹിക്കണമെന്നുള്ള ചിന്ത വജ്രദംഷ്ടൻ്റെ ഉള്ളിൽ കത്തിപ്പടരുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അഗസ്ത്യ മഹർഷി ശുകാശ്രമത്തിൽ വന്നു ചേർന്നു. യഥാവിധി അദ്ദേഹത്തെ സ്വീകരിച്ച ശേഷം ഭോജനത്തിനായി ക്ഷണിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ച മുനി സ്നാനത്തിനായി പോയിരിക്കുകയാണ്. ആ തക്കത്തിൽ വജ്രദംഷ്ടൻ അഗസ്ത്യരുടെ വേഷത്തിൽ ശുകാശ്രമത്തിൽ വന്നു ചേരുകയും ശുകനോട് പറയുകയുമാണ്: വളരെ നാളായി മാംസം കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് ഇന്നത്തെ ഭോജനത്തിന് ചാകമാംസം കൂടി കരുതി വെക്കുക. ശുകൻ ഭാര്യയുമായി ആലോചിച്ചു. മുനി പറഞ്ഞതല്ലേ, അപ്രകാരം തന്നെ ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. ശുകൻ വളരെ തത്രപ്പെട്ട് ആട്ടിൻമാംസം കൊണ്ടുവന്ന് ഭാര്യയെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ വളരെ തന്ത്രപൂർവം വജ്രദംഷ്ടൻ അത് എടുത്തു മാറ്റുകയും മനുഷ്യമാംസം അവിടെ കൊണ്ടുവെക്കുകയുമാണ്. ഇത് യാതൊന്നും തന്നെ അറിയാത്ത ശുകപത്നി ആഹാരം തയ്യാറാക്കി സ്നാനാനന്തരം ഭക്ഷണത്തിനിരിക്കുന്ന അഗസ്ത്യർക്ക്
മറ്റ് വിഭവങ്ങളോടൊപ്പം മാംസക്കറിയും വിളമ്പുകയാണ്. മാംസം കണ്ട് കോപിഷ്ഠനായ, അതും നരമാംസം കണ്ട് കോപിഷ്ഠനായ അഗസ്ത്യർ ചാടി എഴുന്നേൽക്കുകയാണ്. ഹേ ദുരാത്മാവേ, എന്നെ മർത്യമാംസം ഭുജിപ്പിക്കുവാൻ ഒരുങ്ങിയ നീ നരമാംസം കഴിക്കുന്ന രാക്ഷസനായി മാറട്ടെ എന്ന് ശപിച്ചു കളയുകയാണ്. ശാപം കേട്ട് ഞെട്ടിയ ശുഗൻ അഗസ്ത്യരോട് പറയുകയാണ്, അല്ലയോ മഹർഷേ, എന്താണ് ഇങ്ങനെ അങ്ങ് ശപിക്കുവാൻ കാരണം? സ്നാനത്തിന് പോയ ഉടനെ തിരിച്ചു വന്ന് ഭക്ഷണത്തിന് ചാകമാംസം വേണമെന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ അടിയനെ ശപിക്കുവാനുള്ള കാരണം അതൊട്ടും മനസ്സിലാവുന്നില്ല. അത് കേട്ട് അഗസ്ത്യർ അല്പസമയം ചിന്താധീനനാവുകയാണ്. അദ്ദേഹത്തിന് അന്തർദൃഷ്ടി കൊണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണ്. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. രാവണ സേവകനായ വജ്രദ്രംഷ്ടനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ശാപഫലം അനുഭവിക്കാതെ വയ്യതാനും. ഇത് അങ്ങയുടെ വിധിയും മുൻജന്മ കർമ്മഫലവുമാണെന്ന് കരുതിക്കൊള്ളുക. ഉടൻ തന്നെ അങ്ങ് ഒരു രാക്ഷസനായി തീരും. രാവണ രാജധാനിയിൽ എത്തിച്ചേരുകയും ചെയ്യും. രാവണൻ്റെ ഇഷ്ടചാരനായി അങ്ങ് മാറുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ രാവണൻ ദൂതിനായി രാമസന്നിധിയിലേക്ക് നിന്നെ അയക്കും. തിരിച്ചു വരുന്ന നീ യഥാവിധി കാര്യങ്ങളൊക്കെ രാവണനോട് പറയുകയും രാമമാഹാത്മ്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. കോപിഷ്ഠനായ രാവണൻ അങ്ങയെ ആട്ടിയോടിക്കും. നീ അവിടം ഉപേക്ഷിച്ച് ഉടനെ കാട്ടിലെത്തിച്ചേരും. അപ്പോൾ നീ പഴയ ശുഗ ബ്രാഹ്മണനായി തീരുകയും ചെയ്യും. അപ്രകാരം തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. കാട്ടിലെത്തിയ ശുഗൻ ധർമ്മപത്നിയെ കണ്ടെത്തുകയും തുടർന്ന് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് അവർ രാമസായുജ്യം പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത്. ശ്രീ ശുഗൻ്റെ വിടവാങ്ങലിന് ശേഷം രാവണൻ്റെ മാതാമഹനായ, അതായത് അമ്മയുടെ അച്ഛനായിട്ടുള്ള സുമാലിയുടെ ജ്യേഷ്ഠനും സർവസൈന്യാധിപനുമായ പ്രഹസ്തൻ്റെ പിതാവായ മാല്യവാൻ രാവണനെ കാണാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടി പുരാണങ്ങൾ പറയട്ടെ. രാക്ഷസവർഗത്തിൽ പണ്ട് ഹേതി എന്നും പ്രഹേതി എന്നും പേരുള്ള 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഹേതി വിവാഹിതനും പ്രഹേതി അവിവാഹിതനുമായിരുന്നു. കാലൻ്റെ സഹോദരിയായിരുന്നു ഹേതിയുടെ പത്നി. അവർക്കൊരു മകനുണ്ടായി, പേര് വിദ്യുൽകഷൻ. അവൻ്റെ പത്നിയായിരുന്നു സാലം കടം കഥ. ആ ദമ്പതിമാർ ദേശസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കവേ അവർക്കൊരു മകൻ ജനിച്ചു. ജനിച്ച ഉടനെ ആ മകനെ കാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പൊയ്ക്കളയുകയാണ്. ആശ്രയമില്ലാതെ കുട്ടി കരഞ്ഞു നിലവിളിക്കുകയാണ്. അപ്പോൾ അതുവഴി ആകാശസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ശിവദമ്പതിമാർ ഇത് കണ്ട് നിലത്തിറങ്ങുകയും പാർവതി അവന് സ്തന്യം നൽകുകയും ചെയ്തു. തുടർന്ന് അവന് സുകേശൻ എന്ന നാമവും നൽകി. കാലം പിന്നെയും കുറെ കടന്നുപോയി. വേദവതി എന്ന ഗന്ധർവസുന്ദരിയെ സുകേശൻ പത്നിയായി സ്വീകരിച്ചു. അവർക്ക് 3 പുത്രന്മാർ ജനിച്ചു: മാല്യവാൻ, സുമാലി, മാലി. അവർ വിശ്വകർമാവിൻ്റെ സഹായത്തോടെ പുരാതന നഗരമായിരുന്ന ലങ്കയിൽ അധിവാസം തുടങ്ങുകയാണ്. യഥാസമയം അവർ 3 പേരും വിവാഹിതരായി. മാല്യവാന്റെ പത്നിയുടെ പേര് സുന്ദരി, സുമാലിയുടെ പത്നി കേതുമതി, മാലിയുടെ പത്നി വസുധ. മാല്യവാന് 7 പുത്രന്മാരും 1 പുത്രിയും, സുമാലിക്ക് 10 പുത്രന്മാരും 4 പുത്രികളും, മാലിക്ക് 4 പുത്രന്മാരും ജനിച്ചു. ഇതിൽ സുമാലിക്ക് ജനിച്ച 4 പുത്രികളിൽ ഒരാളാണ് രാവണ മാതാവായിട്ടുള്ള കൈകസി. കാലാന്തരത്തിൽ സജ്ജനദ്രോഹികളായ
ഇവരെ വിഷ്ണു ഭഗവാൻ ലങ്കയിൽ നിന്നും ഓടിക്കുകയാണ്. അവർ പാതാളത്തിൽ അഭയം പ്രാപിക്കപ്പെടുകയാണ്. കാലം കുറെ കഴിഞ്ഞപ്പോൾ വിശ്രവസ് മുനിക്ക് ഇളിബിള എന്ന പത്നിയിൽ വൈശ്രവണൻ, അതായത് കുബേരൻ എന്ന പുത്രൻ ജനിച്ചു. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ലങ്കാധിപനായി കുറെ കാലം വാഴുകയാണ്. അതിനിടയ്ക്ക് വിശ്രവസ് മുനിക്ക് കൈകസി എന്ന രാക്ഷസ സുന്ദരിയിൽ രാവണാദികൾ ജനിക്കുകയും കാലാന്തരത്തിൽ രാവണൻ ലങ്ക പിടിച്ചടക്കുകയും തൻ്റെ ആവാസ കേന്ദ്രമാക്കുകയുമാണ് ചെയ്യുന്നത്. രാവണ പ്രഭാവത്തിൽ പണ്ട് പാതാളത്തിലേക്ക് ഓടിപ്പോയവരെല്ലാം തന്നെ ലങ്കയിൽ എത്തിച്ചേരുകയും രാവണ സഹായികളായി മാറുകയുമാണ് ചെയ്യുന്നത്. തൻ്റെ ഭവനത്തിൽ എത്തിയ മുത്തശ്ശനെ രാവണൻ വേണ്ട പോലെ സ്വീകരിക്കുകയാണ്. സുഖവിവരങ്ങൾ അന്വേഷിക്കുകയാണ്, സൽക്കരിച്ചിരുത്തുകയാണ്. മാല്യവാൻ രാവണനോട് സാവധാനം പറയുന്നു, നിന്റെ അമ്മ കൈകസി എൻ്റെ മകളല്ലെങ്കിലും എൻ്റെ മകളായി തന്നെയാണ് ഞാൻ അവളെ ഓമനിച്ച് ലാളിച്ച് വളർത്തിയിട്ടുള്ളത്. അവളുടെ മൂത്ത മകനായ ത്രൈലോക്യ കീർത്തിമാനായ നിന്റെ ഇപ്പോഴത്തെ പോക്ക് അത്ര നല്ല നിലക്കല്ല. അതുമൂലം നിനക്കും അതുവഴി രാക്ഷസ വംശത്തിനും അധപ്പതനമുണ്ടാകും. അതുകൊണ്ട് വൃദ്ധനായിട്ടുള്ള ഈ മുത്തശ്ശൻ്റെ വാക്കുകൾ ദയവായി നീ അനുസരിക്കണം എന്നുള്ള മാല്യവാൻ്റെ ആ ഉപദേശ സാന്നിധ്യത്തോടു കൂടി ഇന്നത്തെ സത്സംഗം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.